രാജസ്ഥാൻ ടീമിന് എന്താണ് സംഭവിച്ചതെന്നാണ് ആരാധകർ നോക്കുന്നത്. കഴിഞ്ഞ 2 മാച്ചിലും വളരെ മോശം പ്രകടനമാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. കളി ജയിക്കണമെന്നൊരു ആഗ്രഹം ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മാച്ച് വളരെ ആവേശമായിരുന്നു. രാജസ്ഥാൻ അത്ര മികച്ച കളിയാണെന്ന് പുറത്തെടുത്തത്. അവസാന ഓവർ വരെ നീണ്ട മത്സരമായിരുന്നു ഇന്നത്തേത്. ഒടുവിൽ CSK കളി തോറ്റിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാൻ ജയിച്ച ശേഷം രാജസ്ഥാന്റെ കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച് കോച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ 2 മാച്ചിലും തോറ്റപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം ഞാനാണ് രാജസ്ഥാന്റെ കോച്ച്. പുതിയ കോച്ച് വന്നപ്പോൾ രാജസ്ഥാൻ ടീം പിന്നിലായെന്ന് വരെ ആരാധകർ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഇന്നത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്ത് വില കൊടുത്തും ജയിക്കണം. വിജയത്തിൽ കുറവ് ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എതിരാളികൾ CSK ആയിരുന്നു. അതുകൊണ്ട് പുതിയ തന്ത്രങ്ങളാണ് ഞങ്ങൾ ഇന്ന് പയറ്റിയത്. ഇന്നത്തെ മത്സരത്തിന്റെ ക്രെഡിറ്റ് സഞ്ജുവിനുള്ളതാണ്. സഞ്ജുവാണ് റിയാൻ പരാഗിനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണമെന്നത് സഞ്ജുവിനെ കണ്ടു വേണം റിയാൻ പരാഗ് പഠിക്കേണ്ടത്. പരാഗ് എല്ലാ കാര്യങ്ങളും സഞ്ജുവിനോട് ചോദിച്ചറിഞ്ഞു. അതിന്റെ ഫലമാണ് ഇന്നത്തെ വിജയം. ക്രെഡിറ്റ് സഞ്ജുവിനുള്ളത് തന്നെയാണ്. അടുത്ത മാച്ച് മുതൽ സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തും. ഇനി രാജസ്ഥാൻ ഒരു മാച്ചിലും തോൽക്കില്ലെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. ഇന്നത്തെ കളി ജയിക്കാൻ കാരണം സഞ്ജു ആണെന്നാണ് ദ്രാവിഡ് പറയുന്നത്. ക്യാപ്റ്റൻസി കൃത്യമായിട്ട് സഞ്ജു പരാഗിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. അതേസമയം CSK ആരാധകർ വിഷമത്തിലാണ്. ജയിക്കേണ്ട മത്സരമാണ് അവസാനം CSK കൊണ്ടുപോയി കളഞ്ഞത്. ധോണി അവസാനം വരെ പൊരുതി നോക്കി. എന്നിട്ടും കളി ജയിക്കാൻ സാധിച്ചില്ല. കുറച്ചുകൂടി നേരത്തെ ജയിക്കാൻ നോക്കിയെങ്കിൽ ഉറപ്പായിട്ടും CSK ടീമിന് ഇന്നത്തെ മാച്ച് ജയിക്കാമായിരുന്നു. ശിവൻ ദൂബയുടെ വിക്കറ്റാണ് CSK ടീമിന് തിരിച്ചടിയായത്. റിയാൻ പരാഗ് മികച്ച ക്യാച്ചിലൂടെയാണ് ദൂബയെ പുറത്താക്കിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.